ഓൾജിൻ സ്കോക്ക്, ദാവീദ്, ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു. സെഞ്ചുറിയൊക്കെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റേഴ്സിൽ ഗോവിന്ദ് വിഷ്ണു ഉണ്ട്, ദീപു രാജീവൻ. അതുപോലെ ഈ സിനിമയുടെ ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. പുള്ളി ആസ് ഓൾവേസ് പഠിച്ചിട്ടുണ്ട്. ഇത് ആക്ഷനൊക്കെ ഉള്ള സിനിമയാണ്. അത്ര ഹെവി ആയിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെ, അതുപോലെ ലൈറ്ററായിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെ, കുറച്ച് ഫാമിലി പരിപാടി ചെറിയ അങ്ങനത്തെ സീൻസിലൊക്കെ മൊത്തത്തിൽ, പിന്നെ കുറേ റാപ്പ് സോങ്സ്, കുറേ അങ്ങനത്തെ മോട്ടിവേഷണൽ സോങ്സ് അങ്ങനത്തെയൊക്കെയുള്ള ഒരു പടമാണ്. അത് മൊത്തം പുള്ളി അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് പഠിച്ചിട്ടുണ്ട്. സുഹേൽ കോയൊക്കെയാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഷാലു കെ തോമസ് സിനിമാറ്റോഗ്രാഫർ. ചില സീൻസൊക്കെ കിട്ടുമായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ തുടക്കത്തിലൊരു സാധനം വരുന്നുണ്ട്, ദാവീദിൻ്റെയും ഗോലിയത്തിൻ്റെയും കഥ പറയുന്നത്. അത് കിട്ടുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിംഗ് സീക്വൻസസിലുള്ള സീൻസൊക്കെ എടുത്തിരിക്കുന്നത് അൾട്രാമോഷനും പരിപാടിയൊക്കെ സെറ്റാണ്. എഡിറ്റർ രാകേഷ് ചെറുമാടം. എഡിറ്റിംഗ് അതുപോലെ തന്നെ പടത്തിൻ്റെ പേസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള പൊട്ട എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് എ ബാഡ് ഫിലിം. ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉടനീളം പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പരിപാടി ബോക്സിങ്, അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി, PC സ്റ്റൺസാണ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ദാവീദിൻ്റെയും ഗോലിയത്തിൻ്റെയും കഥ, അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളോട് കഥ പറയാം. ആ കുട്ടികളിൽ ഇദ്ദേഹത്തിൻ്റെ മകളുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പെപ്പയുടെ ക്യാരക്ടറിൻ്റെ പേര് ആഷിഖ് അബു, ഡയറക്ടർ ആഷിഖ് അബു ഇല്ലാന്ന് സർക്കാസ്റ്റിക്കലി സിനിമയിൽ തന്നെ പലവട്ടം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കിട്ടുമായിട്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ 300 കാണുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ പെപ്പയുടെ ആ ലുക്ക് അറിയാലോ, പെപ്പയ്ക്ക് ഓൾറെഡി ആ ഒരു ആൻഷ്യൻ ലുക്ക് ഉണ്ടല്ലോ പെപ്പയ്ക്ക്. അത് പുള്ളി ആ ഒരു കോസ്റ്റ്യൂമിൽ വന്നപ്പോഴും കറക്റ്റ് ഒരു പോരാളി, യോദ്ധാവ്, ഒരു വാരിയർ, ഒരു നൈറ്റിൻ്റെ കറക്റ്റ് ലുക്ക് പുള്ളിക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പടം എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഈ ഒരു പ്രദേശം. അതിൻ്റെ ഒരു സോങ് ഉണ്ട്, ടൈറ്റിൽ സോങ്. അത് കഴിഞ്ഞ് പിന്നെ പെപ്പെ സാധാരണക്കാരനാണ്, വെറും ഒരു സാധാരണക്കാരൻ. പക്ഷേ ആ ഒരു അത്രയും സാധാരണക്കാരനാവുന്ന സമയത്തേയും പെപ്പയ്ക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ സീക്വൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ബിജോ മോള്. അപ്പോൾ അതിലൊക്കെ പെപ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഈസ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാലും ആ ഒരു കെമിസ്ട്രി ആയി കഴിഞ്ഞാലൊക്കെ തന്നെ. പിന്നെ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ച കൊച്ചിൻ്റെ കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഈ ഡയലോഗ് പറയും, ഇത് കുറേ തുടങ്ങിയിട്ട് പരിപാടി. ഇപ്പോൾ അടുത്ത് മാർക്കോല് വരെ ഉണ്ടായിരുന്നു, കുട്ടികളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അത് ഭയങ്കര ക്രിഞ്ചായിട്ടും ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഉടനീളം പടത്തിൽ ഫീൽ ചെയ്തിരിക്കുന്നത്. പല സീൻസിലും കൊച്ചിനെ വെച്ചിട്ടാണ് പല പരിപാടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ് വാപ്പി എന്നാണ് വിളിക്കുക, ഫാദർ വാപ്പി. അപ്പോൾ പെപ്പേനെ വാപ്പി എന്ന് വിളിച്ച് വാപ്പീനെ പൊക്കിയടിക്കുക, വാപ്പിക്ക് വേണ്ടി തല്ലുകൂടുക, വാപ്പിക്ക് വേണ്ടി അതാക്കുക. ഇങ്ങനെ വാപ്പി എന്ന് പറഞ്ഞ് ഈ കൊച്ച്, എനിക്ക് പേഴ്സണലി കേട്ടോ, അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, എനിക്കത് ഭീകരമായിട്ട് ക്രിഞ്ച് ഫെസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതുപോലെ പെപ്പയുടെ പടമാണ്, ഇടിപ്പടമാണ്, ബോക്സിംഗ് ആണ്. അപ്പോൾ ഇതിലെന്തായാലും ഫൈറ്റ് കാണും. ഇതിൽ പെപ്പയുടെ ഒരു തുടക്കത്തിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. മറ്റേ ലിച്ചി ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത്, ആ സീനൊക്കെ എനിക്ക് വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്ത്. അതായത് ഒരു സീൻ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെച്ച പോലെ, ഒരാൾക്ക് ഇടിക്കുന്നു, അത് ഒന്നും തോന്നണില്ല. ഇതെന്തിനിപ്പോൾ ഇടിക്കണത്, അല്ലെങ്കിൽ അവിടെ ഇടിക്കേണ്ട കാര്യമുണ്ടോ, അവിടെ ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമ തുടക്കം മുതലേ ഒരു കണക്ഷൻ കിട്ടാതെ കുറേ ഇങ്ങനെ പെപ്പ കാണിക്കുന്നു. പിന്നെ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ലൈറ്റർ സീന് തുടക്കത്തിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ USP ഉണ്ടല്ലോ, പുള്ളിയുടെ ഹെവി പരിപാടി ഉണ്ടല്ലോ, ഇടിക്കുക, പഞ്ചിങ് പരിപാടി, അതിലൊക്കെ പുള്ളി ഗംഭീരമായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സീൻസുകൾ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ഈ കൊച്ചിൻ്റെ പരിപാടിയും അതിൽ ബിജോ മോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ബോക്സർ ഇസ്മയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷി. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ബോക്സറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റ് കണ്ടാലും പുള്ളി ട്രെയിൻഡ് ആണെന്ന് പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം. അതുപോലത്തെ പരിപാടിയാണ് പുള്ളി കാണിക്കുന്നത്. അദ്ദേഹം ഉടനീളം, പിന്നെ പുള്ളിയുടെ ഡബ്ബിങ്ങൊക്കെ ഫുൾ ഇംഗ്ലീഷ് തന്നെയാണ്. അത് ആ ഒരു റേഞ്ച് പിടിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ഇതിൽ കിട്ടുന്ന റോളാണ്. കോഴിക്കോട് പുളാടിക്കുന്നിലുള്ള രാഘവൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പുള്ളി പഴയ ബോക്സറാണ്, അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഗംഭീര റിസപ്ഷൻ തിയേറ്റർ കിട്ടിയ, പുള്ളിയെ കാണിച്ചപ്പോൾ തന്നെ നല്ല കയ്യടിയായിരുന്നു. പുള്ളി ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ആസ് യൂഷ്വൽ ഇത് കുടിയനാണ്, എളാപ്പയാണ്. പുള്ളി വന്നിട്ട് നമ്മൾ പൊളിക്കുന്നു, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു, നമ്മൾ മത്സരിക്കുന്നു, നമ്മൾ മീൻ പിടിക്കുന്നു, ഇത് തന്നെ പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പുള്ളി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പുള്ളിയുടെ ക്യാരക്ടേഴ്സ്. സ്പോർട്സ്
ബേസ്ഡ് ആയിട്ടുള്ള സിനിമയുടെ ഒരു ഗ്രാഫ് അറിയാലോ. ഒരാൾ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നു, ലാസ്റ്റ് അയാൾ അതിലേക്ക് ഒരു ഹാർഡ് വർക്ക് ഇടുന്നു, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടാവും. ആ ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ നടത്തുന്ന കുറേ സംഭവങ്ങൾ പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ സിനിമ. അത് മാറ്റാനും കഴിയില്ല. എല്ലാ സിനിമയ്ക്കും അതിൻ്റെ ആയിട്ടുള്ള ഒരു മീറ്ററും ഗ്രാഫും ഒരു വേ ഓഫ് പ്രോഗ്രഷനും ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. അതിൽ പക്ഷേ ഈ രണ്ടാം പകുതിയൊക്കെ ആയ സമയത്ത് ഇതിങ്ങനെ ഈ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഇവരിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നല്ലാതെ അതുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടി നമുക്കും ഇടിക്കണം, നമുക്കും കൂടെ ഇടി കിട്ടുമ്പോഴേ ഒരു സന്തോഷം വരണ്ടേ, ആ ഒരു സാധനം കണക്റ്റായില്ല, തീരെ കണക്റ്റായില്ല. അതിനിടയ്ക്ക് കിച്ചൂട്ടല്ലസ്, മറ്റേ വിനീത് തട്ടിൽ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന് പോകേണ്ട അജു വർഗീസ് ഉണ്ട്. അജു വർഗീസിനെ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ ഇടവേളവാകുമെന്നാണ് വിചാരിച്ച്. അങ്ങനത്തെ ഡ്രസ് കോഡൊക്കെയാണ്. അജു വർഗീസ് ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസ് പുള്ളി ഇട്ടിട്ടുണ്ട്. പുള്ളി വാങ്ങിച്ചതിന് കൂടുതൽ കാശിലുള്ള പെർഫോമൻസ് പുള്ളി ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അതാണ്. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു ഒരു ഗ്രാഫ് കയറി ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി. നമ്മളും ഈ കഥാപാത്രത്തിൻ്റെ ഈ പെപ്പയുടെ ആഷിക് കപൂറിൻ്റെ കൂടെ സഞ്ചരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഇടിക്കടവനെ എന്നുള്ള സാധനമല്ലേ, അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. പെപ്പ അവിടെ കിടന്ന് ഇടിക്കുന്നു, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ എനിക്ക് തീരെ ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം, ഇവരൊരു ബോക്സിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാം, അത്രയും സ്ട്രൈവ് ചെയ്യാം. ആ സമയത്ത് ഓപ്പണൻ്റ് ആയിട്ടുള്ള ആൾ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ മാസ്ക് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഇവർ കാണുന്നുണ്ട്, അതിൻ്റെ ക്ലിപ്പിങ്സ്. എന്നിട്ട് പെപ്പ വെള്ളത്തിനടിയിൽ പോയി കിടക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ? എജിലിറ്റി കൂട്ടാനും ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എല്ലാം സെറ്റാവാനും സ്ട്രോങ് ആവാനൊക്കെ അല്ലേ. എന്നിട്ട് വിജയരാഘവൻ ഓൾറെഡി പ്രായമായി, പുള്ളി വലിക്കാനുണ്ട്, ചുരുട്ട് വലിക്കാനുണ്ട്. പെപ്പയെ നല്ല വലിയ രണ്ടാളും കൂടി ഇരുന്ന് വലിക്കുക, ഇങ്ങനെ വലിക്കുക. ഇവർ പിന്നെ എന്താണ് ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെള്ളത്തിനടിയിൽ മുങ്ങുക, എന്നിട്ട് പുറമെ വന്നിട്ട് ഊതി വിടുക. പിന്നെ അതുപോലെ ഇതിലെ കുറച്ച് കോർപ്പറേറ്റ്സിനെ കാണിക്കുന്നുണ്ട്. ഇതേമായിട്ടുള്ള ചില ഫൈറ്റും പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. അവരൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ പരിപാടിയാണ്. വെറുതെ വായിത്തോന്ന് വിളിച്ച് പറയുക. മീഡിയയുടെ എന്തൊക്കെയോ ന്യൂസൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കോമഡിയൊക്കെയാണ് ഉദ്ദേശിച്ചത്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എസ് എ ഹോൾ ഒരു ബോക്സിംഗ് ഓറിയൻറ്റഡ് ഫിലിം എന്ന നിലയ്ക്ക് അതെനിക്ക് ഒട്ടും കണക്റ്റായിട്ടില്ല. ആ സിനിമ എന്താണ് ഉദ്ദേശിച്ചത് അത് വർക്കായിട്ടില്ല. പെപ്പെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്, കുറേ അങ്ങനത്തെ സീക്വൻസസ് ഉണ്ട്. എങ്കിൽ കൂടെ ടോട്ടലി പടം അതിൻ്റെ ഒരു സെറ്റപ്പ്, അതിൻ്റെ ബിൽഡപ്പ്, അതിൻ്റെ ക്ലൈമാക്സ്, ഗ്രാഫ് പരിപാടിയൊന്നും പേഴ്സണലി വർക്കായിട്ടില്ല. സംഭവം ഇടിച്ച്, പക്ഷേ പഞ്ച് മിസ്സായിപ്പോയി.